പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. ഈ മരുഭൂമി യാത്രയിൽ ഒരിക്കൽ കൂടി ഈ നിലയിൽ നിങ്ങളോട് ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കാനുള്ള ഭാഗ്യം കർത്താവ് തന്നത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി എത്ര വലുതാണ്. ദൈവം തൻ്റെ വചനം അയച്ച് ജനങ്ങളെ സൗഖ്യമാക്കുന്നു, വിടുവിക്കുന്നു. ഈ വചനം അയച്ചാണ് ദൈവം ജനത്തിന് വീണ്ടും ജനനം കൊടുക്കുന്നത്. ഈ വചനത്തിലൂടെയാണ് തനിക്ക് പറയാനുള്ളതെല്ലാം ദൈവം നമ്മെ അറിയിക്കുന്നത്. അപ്പോൾ ഏത് കാര്യത്തിലും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രാധാന്യത നമ്മൾ മനസ്സിലാക്കുന്നത് എത്ര നല്ലതാണ്. ദൈവവചനം കേൾക്കാനും അത് പ്രമാണിക്കാനുള്ള ഒരു വലിയ ആഗ്രഹം നമ്മുടെ ഉള്ളെങ്കിലുള്ളത് വളരെ നല്ലതാണ്. കർത്താവുമായിട്ടുള്ള നമ്മുടെ ബന്ധം എപ്രകാരമുണ്ട്? ശരിയായ ഒരു ബന്ധം നമുക്ക് കർത്താവുമായിട്ടുണ്ടോ? ഇന്നത്തെ തലമുറയ്ക്ക് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയൊരു ദോഷമെന്ന് പറഞ്ഞാൽ, ഈവൻ ദൈവജനമെന്ന് വിളിക്കപ്പെടുന്ന ജനങ്ങൾ പോലും അവരിൽ ദൈവഭയം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് പല രീതിയിലുള്ള പാവ സ്വഭാവങ്ങൾക്കും അടിമകളായി അവർ മാറിക്കൊണ്ടിരിക്കുക. പ്രത്യേകിച്ചും ഇന്നുള്ള കുഞ്ഞുങ്ങൾക്ക് പോലും അവർക്ക് മറ്റുള്ള ഏത് കളിപ്പാട്ടത്തെക്കാളും ഇഷ്ടം മൊബൈലാണ്. മൊബൈൽ കിട്ടിയാൽ ഭയങ്കര സന്തോഷമാണ്. അവരതിലെല്ലാം ഓപ്പറേഷൻ ചെയ്യും. അവരെ ആരും പഠിപ്പിക്കണ്ട. നോക്കുക, എന്നിട്ട് അതൊന്ന് തിരികെ മേടിക്കാൻ നോക്കിയേ, പിന്നെ ഭയങ്കര വിപ്ലവമായിരിക്കും. അപ്പോൾ ഏതെല്ലാം നിലയിൽ മനുഷ്യനെ പാപത്തിൽ ആഴ്ത്താൻ കഴിയുമോ അതിൻ്റെതായ എല്ലാ കാര്യങ്ങളും പിശാച് ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ ദൈവമക്കൾ എന്നുള്ള നിലയ്ക്ക് നമുക്ക് അനിവാര്യമായിരിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം ദൈവഭയമുള്ളൊരു ഹൃദയമാണ്. നമുക്ക് ദൈവഭയം ഉണ്ടായിരിക്കണം. കാരണം ദൈവ ഹൃദയപ്രകാരമുള്ള ദാവീദ് ഒരിക്കൽ ദൈവത്തോട് അപേക്ഷിച്ച് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന ഇങ്ങനെയുണ്ട്, നിങ്ങൾക്കറിയായിരിക്കും. 86-ാം സങ്കീർത്തനം അതിൻ്റെ 11-ാം വാക്യത്തിൻ്റെ അവസാനമാണ്, നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ എൻ്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ. നോക്കണം, നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ എൻ്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള ഒരു നല്ല ബന്ധത്തിലായിരിക്കണമെങ്കിൽ നമുക്ക് ദൈവഭയമുള്ള ഒരു ഹൃദയം വേണം. ഇന്ന് നമുക്ക് അങ്ങനെ ഒരു ഹൃദയമുണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കുന്ന നന്നായിരിക്കും, അല്ലേ? അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് സദൃശവാക്യം എന്ന പുസ്തകത്തിൽ നിന്നും ദൈവഭയം കൊണ്ടുള്ള 10 പ്രയോജനങ്ങളെക്കുറിച്ചാണ്. ദൈവഭയം കൊണ്ടുള്ള 10 പ്രയോജനങ്ങൾ. ഞാൻ ഒരുപാട് വിശദീകരിക്കാനായിട്ട് നമുക്ക് നമ്മുടെ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് പറ്റിയാലെങ്കിലും ഈ 10 കാര്യവും നിങ്ങളോട് പങ്കുവെക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം, അപ്പോൾ അവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഭയമെന്നും ഭക്തിയെന്നും ഉള്ള പ്രയോഗമുണ്ട്. നമ്മുടെ മലയാളത്തിൽ അനേക സ്ഥലത്തും ഭയം എന്ന് വരേണ്ടടുത്ത് ഭക്തി എന്നാണ് ചേർത്തിരിക്കുന്നത്. എന്നാൽ വരേണ്ടത് ആക്ച്വലി ഭയമെന്ന് തന്നെയാണ്. അപ്പോൾ ഭയമെന്നാലും ഭക്തി എന്നാലും ഒരേ അർത്ഥത്തിൽ മാത്രം നമ്മൾ കണ്ടാൽ മതി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ സദൃശവാക്യം 1-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിൻ്റെ ആരംഭത്തിൽ വായിക്കുന്നത് പിന്നെ യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. അപ്പോൾ അല്ല, ദൈവഭയം ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു എന്നാണ്. ഹിന്ദിയിലൊക്കെ അങ്ങനെയാണ്, മറ്റു പല ഭാഷകളിലും അങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് പറഞ്ഞാൽ ദൈവത്തോടുള്ള ആ യഥാർത്ഥ ഭയമാണ് യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയുടെ ജ്ഞാനത്തിൻ്റെ ആരംഭം. ഈ ജ്ഞാനം എന്നുള്ളത് ഭൗതിക ജ്ഞാനമല്ല കേട്ടോ. ഭൗതിക ജ്ഞാനത്തെ ജ്ഞാനമെന്ന് വിളിക്കുന്നത് തന്നെ വ്യർത്ഥമായിട്ടാണ് പൗലോസ്ലീഹ 1 തിമോത്തിയോസ് 6-ാം അധ്യായം 20-21 വാക്യങ്ങൾ വായിക്കുന്നത്. അങ്ങനെയുള്ള ജ്ഞാനത്തിൻ്റെ പിന്നാലെ പോയതുകൊണ്ട് അനേകർ വിശ്വാസത്യാഗികളായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ ജ്ഞാനമല്ല, ഇത് സ്വർഗീയ ജ്ഞാനമാണ്, ദൈവിക ജ്ഞാനമാണ്. ഈ ജ്ഞാനം നമ്മൾ പ്രാപിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാം, യാക്കോബിൻ്റെ ലേഖനത്തിൽ യാക്കോബ് പറയുന്നത് ഒരു വ്യക്തിയിൽ അവൻ ജ്ഞാനിയാണോ എന്ന് അറിയണമെങ്കിൽ അവൻ അതിൻ്റെ 3-ാം അധ്യായം 13-ാം വാക്യം, നിങ്ങൾ ജ്ഞാനിയും വിവേകിയുമായവനാർ, അവൻ ജ്ഞാനലക്ഷണമായ സൗമ്യതയോടെ നല്ല നടപ്പിൽ തൻ്റെ പ്രവൃത്തികളെ കാണിക്കട്ടെ. അതായത് പരിണാമം അപ്പുറം ശ്രദ്ധിക്കുക.
ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും, പിന്നെ സമാധാനവും ശാന്തതയും അനുസരണമുള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതുമാകുന്നു. അപ്പൊ ഇതായി ജ്ഞാനം. ഒരു യഥാർത്ഥ ഭക്തൻ എന്ന് പറയുമ്പോഴത്തേക്കും അവൻ എന്തില്ല? അവൻ നിർമ്മലനായിരിക്കും, അവന് സമാധാനമുണ്ടായിരിക്കും, അവൻ ശാന്തപ്രിയനായിരിക്കും, അവൻ അനുസരണമുണ്ടായിരിക്കും, അവൻ കരുണയുള്ളവനായിരിക്കും, അവൻ സൽഫലങ്ങൾ നിറഞ്ഞവനായിരിക്കും, അവൻ പക്ഷപാതം കാണിക്കുകയില്ല, കപടത ഉണ്ടായിരിക്കുകയില്ല. എത്ര എല്ലാം നമ്മൾ വളരെ വിശദമായി ചിന്തിച്ച് പഠിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഈ ജ്ഞാനമാണ് നമ്മുടെ യഥാർത്ഥത്തിൽ ദൈവത്തോടുള്ള യഥാർത്ഥ ഭയത്തിൽ, അതാണ് നമ്മുടെ ജ്ഞാനത്തിന്റെ ആരംഭമെന്ന്. അപ്പോൾ യഥാർത്ഥത്തിൽ വീണ്ടും ജനിക്കുന്ന ഒരു ദൈവപൈതലിൽ ഈ കാര്യങ്ങളാണ് വർദ്ധിക്കേണ്ടത്. അപ്പോൾ യഹോവ ഭക്തി എന്താണ്? ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. ദൈവത്തോടുള്ള ബന്ധത്തിൽ അവൻ ജീവിക്കുവാൻ ആരംഭിക്കുമ്പോൾ ദൈവികമായ ജ്ഞാനത്തിൽ അവൻ വളരുകയാണ്. ദൈവജ്ഞാനമാണ് ക്രിസ്തു. അതാ വിഷയം. ദൈവത്തിന്റെ ജ്ഞാനമായ ക്രിസ്തു എന്ന് 1 കൊരിന്ത്യർ 1:24 അതിന്റെ 1:30 എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ആ ജ്ഞാനത്തെയാണ് നമ്മൾ പ്രാപിക്കേണ്ടത്. അല്ലെങ്കിൽ ഒരു വിധത്തിൽ പറഞ്ഞാൽ ക്രിസ്തുവിനെ പ്രാപിക്കുന്ന കാര്യമാണ് ഉയരത്തിലെ ജ്ഞാനം. രണ്ടാമത് നമ്മൾ കാണാൻ കഴിയുന്നത് സദൃശവാക്യം 8-ാം അധ്യായം 13-ാം വാക്യം. അതിന്റെ ആരംഭത്തിൽ വായിക്കുന്നത് യഹോവ ഭക്തി ദോഷത്തെ വെറുക്കുന്നതാകുന്നു. അപ്പോൾ യഹോവ ഭക്തി ദോഷത്തെ വെറുക്കുന്നതാകുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ദൈവഭക്തനായ മനുഷ്യൻ, ദൈവഭയമുള്ള ഒരു മനുഷ്യൻ എല്ലാ കാര്യങ്ങളിലും വളരെ എല്ലാ തെറ്റുകളെയും വിട്ടു നിൽക്കുവാനായിട്ട്, പാപങ്ങളിൽ അകപ്പെടാതെ തന്നെ സൂക്ഷിക്കുവാൻ താൻ വളരെ ജാഗരൂകനായിരിക്കും. നമുക്കറിയാം ദാനിയേൽ 1:8 ദാനിയേൽ ഭക്ഷണ പദാർത്ഥങ്ങളിൽ പോലും തന്നെ അശുദ്ധരാക്കാതിരിക്കുവാൻ സൂക്ഷിച്ചു. കാരണം അവിടുത്തെ ഭക്ഷണക്രമം നമ്മൾ മനസ്സിലാക്കണം. അവരുടെ ദേവന്മാർക്ക് അർപ്പിച്ച ആ മാംസമാണ് ഇവർക്ക് വേവിച്ചു കൊടുക്കുന്നത്. എന്നാൽ അതിൽ നിന്നെല്ലാം താൻ വെറും ശാഖപദാർത്ഥം മാത്രം ആഗ്രഹിക്കുകയും അതിൽ മാത്രം ജീവിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് യഥാർത്ഥ ദൈവഭയമാണ് ഈ നിലയിൽ നിന്നും അവനെ തെറ്റുകളിൽ നിന്ന് തിരുത്തുവാൻ കാരണം. അപ്പോൾ ദോഷത്തെ വെറുക്കും. ഒരു ദോഷത്തിൽ ചെന്ന് അകപ്പെടാതെ വണ്ണം അതിനെ വെറുക്കുന്ന ഒരു അനുഭവം. മൂന്നാമത്തെ കാര്യം സദൃശവാക്യം 10:27 അതിന്റെ ആരംഭം. യഹോവ ഭക്തി ഭയം ആയുസ്സിനെ ദീർഘമാക്കുന്നു. യഹോവ ഭയം എന്ത് ചെയ്യുന്നു? ആയുസ്സിനെ ദീർഘമാക്കുന്നു. ഒരു യഥാർത്ഥ ഭക്തനായിട്ട് ജീവിച്ചാൽ ദൈവം നമുക്ക് ആയുസ് നീട്ടിത്തരും. അതിനൊരു നല്ല ഉദാഹരണമാണ് ഹിസ്കിയാ രാജാവിന്റെ അവസ്ഥ. നമ്മുടെ യേശയ്യാ പ്രവചനം 38-ാം അധ്യായം 1 മുതൽ 5 വരെ വായിക്കുമ്പോൾ യേശയ്യാവ് ഹിസ്കിയാവിനോട് നീ നിന്റെ വീട്ടുകാര്യങ്ങൾ ക്രമത്തിലാക്കിക്കോ, നീ മരിക്കാൻ പോവാ, ഇനി നിനക്ക് സമയം തീർന്നു. ഇവരിത് കേട്ടപ്പോൾ പോയി ചുവരോട് ചേർന്ന് നിന്നിട്ട് ദൈവത്തോട് നിലവിളിച്ചു. ഞാൻ ഇത്രയും സത്യസന്ധനായിട്ടും നീതിയോടും നിന്റെ ഹിതപ്രകാരമൊക്കെ ജീവിച്ച് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്നോട് ഇങ്ങനെ വേണോ? അപ്പോൾ ദൈവത്തിന് കരുണ തോന്നി. ഇതൊരു 15 വർഷം കൂടെ നീട്ടിക്കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്താണ്? യഹോവ ഭക്തി ആയുസ്സിനെ ദീർഘമാക്കുന്നു. നാലാമത്തെ കാര്യം, യഹോവ ഭക്തന് നമ്മൾ സദൃശവാക്യം 14:26 വാക്യം അതിന്റെ ആരംഭം. യഹോവ ഭക്തന് ദൃഢധൈര്യമുണ്ട്. യഹോവ ഭക്തന് ദൃഢധൈര്യമുണ്ട് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കാര്യങ്ങളിൽ അവൻ ഒരു ഭീരുവായി മാറുന്നില്ല. എത്ര വിലപ്പെട്ടൊരു കാര്യമാണ്. ഇന്ന് പലപ്പോഴും പലരെയും ഭരിക്കുന്നത് ഭീരുത്വം. എന്നാൽ ദൈവത്തിന് വചനം പറയുന്നു യഹോവ ഭക്തന് ദൃഢധൈര്യമുണ്ട്. നമുക്കറിയാം ദാനിയേൽ 11:32 നമ്മൾ വായിക്കുന്നത് യഹോവയെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിലുള്ള ദൈവഭയമുള്ള ഒരു വ്യക്തി അവന് നല്ല ധൈര്യമുണ്ടായിരിക്കും. ഏത് പ്രതികൂലത്തെയും അവന് നേരിടുവാനായിട്ടുള്ള തൻ്റെ ഇടമുണ്ടാവും. അതാ ദൈവം പറയുന്നത്. അഞ്ചാമത്തെ കാര്യം സദൃശവാക്യം തന്നെ 14:27 ആരംഭം. യഹോവ ഭക്തി ജീവന്റെ ഉറവാകുന്നു. ജീവന്റെ ഉറവ്.
എല്ലാം എത്ര ശ്രേഷ്ഠമായ കാര്യങ്ങളാണ്. അത് ശരിയാവട്ടോ. കാരണം യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37-ഉം 38-ഉം വാക്യം വായിക്കുമ്പോൾ കർത്താവ് ഉത്സവത്തിന്റെ ആ മഹാദിനത്തിന്റെ ആ ഒടുവിലത്തെ നാളിൽ നിന്നോട് പറഞ്ഞെന്തുവാ? ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്നും ജീവജലത്തിന്റെ നദികൾ ഒഴുകും. കണ്ടോ? ജീവജലത്തിന്റെ നദികൾ ഒഴുകും. വളരെ വിലപ്പെട്ട കാര്യമല്ലേ? അപ്പോൾ യഹോവ ഭക്തൻ എന്ന് പറഞ്ഞാൽ അവൻ ജീവന്റെ ഉറവയാണ്. അവനിൽ നിന്നും ജീവന്റെ ഉറവ ഇങ്ങനെ പുറപ്പെട്ടുകൊണ്ടിരിക്കും. എത്ര അനുഗ്രഹിക്കപ്പെട്ടൊരു പദവിയാ ദൈവഭയമുള്ള ഒരു ദൈവവൈദ്യന്റെ അവസ്ഥ. 7-ാമത്തെ കാര്യം നമുക്ക് കാണാൻ, 6-ാമത്തെ കാര്യം, 5 കാര്യം കണ്ടേ. 6-ാമത്തെ കാര്യം പിന്നെ യഹോവ ഭക്തിയോടുകൂടി അല്പധനമുള്ളത് നന്ന് എന്ന് പറഞ്ഞാല് സദൃശവാക്യം തന്നെ 15-ാം അധ്യായം 16-ാം വാക്യത്തിന്റെ അവസാന ഭാഗം. അപ്പം യഹോവ ഭക്തിയോടുകൂടി അല്പധനമേ ഉള്ളെങ്കിലും അതാണ് നല്ലതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ധാരാളം ധനത്തോടു കൂടി യഥാർത്ഥ ദൈവഭയം ഭരിക്കുന്നില്ല എങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. നമുക്കറിയാം, ലാസർ അവന് ധനം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലായിരുന്നു. ആ ധനവാന്റെ മേശയിൽ നിന്നും എറിയുന്നതിന്റെ അതിൽ നിന്നും അല്പം കിട്ടിയാൽ അതിലൂടെയാകാൻ തന്റെ വിശപ്പടക്കിയിരുന്നേ. എന്നാൽ ധനവാനെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ആ ധനവാന് പ്രത്യാശ ഉണ്ടായിരുന്നില്ല, സമാധാനം ഉണ്ടായിരുന്നില്ല. മരണാനന്തരം എങ്ങോട്ടാ പോയെ? യാതനാ സ്ഥലത്തേക്ക്. നോക്കുക പ്രിയമുള്ളവരെ, ഒന്നുമില്ലെങ്കിലും ദൈവമുണ്ടോ അവിടെ അവൻ തൃപ്തനായിരിക്കും. അവിടെ അതാണ് നല്ലതെന്നാണ് തിരുവചനം പറയുന്നത്. അല്പധനം കൊണ്ട് ആ യഹോവ ഭക്തിയോടുകൂടെ അല്ലെങ്കിൽ ദൈവഭയത്തോടുകൂടി അല്പധനമുള്ളത് നല്ലതെന്ന്. 7-ാമത്തെ കാര്യം നമ്മൾ സദൃശവാക്യം 15-ാം അധ്യായം അതിന്റെ 33-ാം വാക്യത്തിന്റെ ആരംഭത്തിൽ വായിക്കുന്നത് ആ യഹോവ ഭയം അല്ലെങ്കിൽ ഭക്തി ജ്ഞാനോപദേശമാകുന്നു എന്ന. ജ്ഞാനോപദേശമാകുന്നു. നമുക്കറിയാം, യഥാർത്ഥ ഭക്തനെ വാഴുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. ആ ദൈവത്തിന്റെ ആത്മാവിന്റെ ഗുണവിശേഷങ്ങളെ കുറിച്ച് നമ്മൾ യേശയ്യാ പ്രവചനത്തിൽ അതിന്റെ 11-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ ഞാനതൊന്ന് വായിക്കാം. ആ ആത്മാവിന്റെ കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ, അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും, ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്, പരിജ്ഞാനത്തിന്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ് തന്നെ. കണ്ടോ? അപ്പോൾ ഈ ആത്മാവിലുള്ള യഥാർത്ഥമായ ഉപദേശങ്ങൾ ഒരു യഥാർത്ഥ ഭക്തന് ലഭിക്കും. അത് ജ്ഞാനോപദേശമാകുന്നു. ഉന്നതമായ ഉപദേശമാണ്. ദൈവത്തിൽ നിന്നും വരുന്ന ഉപദേശം ഭക്തന് ലഭിക്കും. അത് ഭക്തന് ലഭിക്കുന്ന ഒരു അനുഗ്രഹമാണ്. ഇനിയും 8-ാമത്തെ കാര്യം, യഹോവ ഭക്തി ദോഷത്തെ വിട്ടകലുന്നു. നോക്കുക, 16 സദൃശവാക്യം 16-ന്റെ 6 അതിന്റെ ബി പാർട്ട് അവിടെ വായിക്കുന്നത് യഹോവ ഭക്തി ദോഷത്തെ വിട്ടകലുന്നു. നോക്കുക, ശരിയല്ലേ? യഥാർത്ഥമായ ദൈവഭയമുള്ള ഒരു വ്യക്തി പാപത്തിന് എത്ര അനുകൂലമായിരിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായാലും അവർ അതിനെ വിട്ടകലും ഓടിയകലും. നമുക്ക് എല്ലാവർക്കും ഞാൻ ഇത്രയും പറയുമ്പോഴേ ഒരു ഉദാഹരണം കിട്ടും. എവിടെയാ? ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായം. അത് നമ്മൾ വായിക്കുന്നത് പോത്തിഫറിന്റെ ഭാര്യ പലപ്പോഴായിട്ട് ജോസഫിനെ പാപത്തിന് വേണ്ടി അവനെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം അവൾ അവനെ കടന്നു പിടിച്ചു എന്ന് നമ്മൾ വായിക്കുന്നത് അതിന്റെ 12-ാം വാക്യത്തിൽ. അവൻ അവന്റെ ആ വസ്ത്രം അവന്റെ കൈ വിട്ടിട്ട് ഓടിക്കളഞ്ഞു. കണ്ടോ? കാരണം എന്താ? യഥാർത്ഥമായിരിക്കുന്ന ദൈവഭയമാണ്. ദൈവത്തോടുള്ള ഭയമുള്ള ഒരു വ്യക്തി പാപത്തെ വിട്ടോടിയകലും. അതാണ് നമുക്ക് യോസഫിൽ കാണാൻ കഴിയുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ആ ഭയമാണ് നമുക്ക് യഥാർത്ഥമായ ജയജീവിതം, ഒരു വിശുദ്ധ ജീവിതം ജീവിക്കുവാനായിട്ട് നമ്മെ സഹായിക്കുന്നത്. ഇവിടെ യോസഫിന്റെ ജീവിതത്തിൽ അവൻ യഹോവ ഭയമുള്ളവനായോണ്ട് അവൻ ദോഷത്തെ വിട്ടകന്നുപോയി. 9-ാമത്തെ കാര്യം, അതിന്റെ സദൃശവാക്യം 19-ന്റെ 23 അതിന്റെ മധ്യത്തിലൊരു വാക്യമുണ്ട്. 3 ലൈനുണ്ട്. അതിന്റെ മധ്യത്തിൽ വായിക്കുന്നു, യഹോവ ഭക്തൻ തൃപ്തനായി വസിക്കും. തൃപ്തനായി വസിക്കും. ഇന്ന് അനേകരിലും കാണാൻ കഴിയാത്ത ഒരു കാര്യമാണ് സംതൃപ്തി. അനേകരും അനേക കാര്യങ്ങളിലും തൃപ്തരല്ല.
നമ്മൾ ചിന്തിക്കണം, ഞാൻ ഇന്ന് യഥാർത്ഥമായിരിക്കുന്ന ഒരു തൃപ്തിയുള്ള ജീവിതം നയിക്കുന്നുണ്ടോ? ക്രിസ്തീയ ജീവിതത്തിൽ അനേകർക്കും പറ്റിയിരിക്കുന്ന ഒരു വലിയ ഒരു വീഴ്ച അവർ തൃപ്തരല്ല എന്നുള്ളതാണ്. എന്നാൽ ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ ഏതൊരവസ്ഥയിലും തൃപ്തനായിരിക്കുവാൻ ശീലിച്ചിട്ടുണ്ട്. ഞാൻ ഏതൊരവസ്ഥയിലും തൃപ്തനായിരിക്കാൻ ശീലിച്ചിട്ടുണ്ട്. ദൈവമക്കളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ യഥാർത്ഥമായിട്ടും തൃപ്തനാണോ? നമ്മൾ കർത്താവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ കർത്താവ് നമ്മളെ എല്ലാ നിലയിലും തൃപ്തനാക്കി നടത്തുന്നവനാണ്. നമുക്കിന്ന് തൃപ്തിയുണ്ടോ? ഇന്ന് നമുക്കറിയാം, ലോക മനുഷ്യന് അവന് തൃപ്തിയില്ല. അവന് ഈ ലോകം അതുകൊണ്ടല്ലേ ഈ വെള്ളം കുടിക്കുന്നവർക്ക് പിന്നെ ദാഹിക്കും. ഈ ലോകം കൊടുക്കുന്നതിൽ നിന്നും പ്രാപിച്ച് തൃപ്തി അടയുവാൻ ആർക്കും കഴിയില്ല. എന്നാൽ ദൈവം കൊടുക്കുന്നത് പ്രാപിച്ചാൽ പ്രിയമുള്ളവരെ, അത് നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ജീവജല നീരുറവയായി മാറും. എത്ര വലിയൊരു കാര്യമാണ്! അപ്പോൾ യഥാർത്ഥത്തിലുള്ള സംതൃപ്തിയുള്ള ജീവിതം ഒരു യഥാർത്ഥമായ ഭക്തന്, ദൈവഭയമുള്ള ഒരു പൈതലിന് ജീവിക്കുവാനായിട്ട് കഴിയും. 10-ാമത്തെ കാര്യം, അതിൻ്റെ സദൃശ്യവാക്യം അതിൻ്റെ 22-ന്റെ 4-ാം വാക്യമാണ്. അവിടെ സദൃശ്യവാക്യം അതിൻ്റെ 22-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം ഞാനതൊന്ന് വായിക്കാം. താഴ്മയ്ക്കും യഹോഭക്തിക്കുമുള്ള പ്രതിഫലം ധനവും മാനവും ജീവനുമാകുന്നു. അപ്പോൾ ഇവിടെ യഹോവ ഭക്തിക്കൊരു പ്രതിഫലമുണ്ട്. എന്തൊക്കെയാണ്? ധനവും മാനവും ജീവനും. ധനവും മാനവും ജീവനും. എത്ര അനുഗ്രഹീതമായ 3 കാര്യങ്ങളാണ്. നമുക്കറിയാം, ഇയ്യോബ് ദൈവഭയമുള്ള മനുഷ്യനായിരുന്നു. തന്റെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളെല്ലാം അവിടുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. അവന്റെ ധനമെല്ലാം ലോകപ്രകാരമുള്ള എല്ലാം ശൂന്യമായെങ്കിലും ദൈവം അതെല്ലാം അവന് ഇരട്ടിയായി കൊടുത്തു. അവന്റെ സ്നേഹിതന്മാർ പോലും കുറെ സമയങ്ങൾ നിന്ദിക്കാനിടയായി. എന്നാൽ അവരും അവനെ വന്ദിക്കുന്നവരായി കർത്താവിനെ മാറ്റി. മാത്രമല്ല, തന്റെ ആയുസ്സും നീട്ടിക്കൊടുത്തു. എനിക്ക് വീണ്ടും 7 പുത്രന്മാരും 3 പുത്രിമാരും ഉണ്ടാകുവാനും അവരെല്ലാവരും വളരെ നല്ല നിലയിൽ എത്തിക്കാണുവാനും ഇയ്യോബിന് കഴിഞ്ഞു. നമ്മൾ ചിന്തിക്കണം, ദൈവത്തിന്റെ വചനം എത്ര കൃത്യമാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഈ ചെറിയൊരു ആയുസ്സിൽ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു വലിയ കാര്യം അല്ല, ദൈവം പോലും ഹൃദയത്തിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ആവർത്തന പുസ്തകം 5-ാം അധ്യായത്തില് കർത്താവ് തന്നെ എടുത്തു പറയുന്നുണ്ട്. ആവർത്തന പുസ്തകം അതിന്റെ 5-ാം അധ്യായം അതിന്റെ 29-ാം വാക്യം, അവർക്ക് അവരുടെ മക്കൾക്ക് എന്നേക്കും നന്നായിരിക്കാൻ അവർ എന്നെ ഭയപ്പെടേണ്ടതിനും എന്റെ കൽപ്പനകളൊക്കെയും പ്രമാണിക്കേണ്ടതിനും ഇങ്ങനെയുള്ള ഹൃദയം അവർക്ക് എപ്പോഴും ഉണ്ടായിരുന്നുവെങ്കിൽ എത്ര നന്ന്! എത്ര നന്ന്! ആ വചനമൊക്കെ നമ്മളെ സ്പർശിക്കാറുണ്ടോ പ്രിയമുള്ളവരെ? ദൈവഹൃദയത്തിലെ ആഗ്രഹമാണ്. ദൈവം നമ്മളിൽ ആഗ്രഹിക്കുന്ന, നമ്മളിൽ നിന്നും കാണുവാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയൊരു കാര്യമാണ് ദൈവഭയമുള്ളവരായി നാം ജീവിക്കുക എന്നുള്ളത്. ദൈവഭയം എന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് വരുന്ന ആദരവിൽ നിന്ന് ഉണ്ടാകുന്ന ബഹുമാനത്തിനാണ് യഥാർത്ഥത്തിൽ ദൈവഭയം എന്ന് പറയുന്നത്. ദൈവസ്നേഹത്തിൽ നിന്ന് ഉണ്ടാകുന്ന ആ ആദരവോടുകൂടിയ ബഹുമാനം, അതാ ദൈവഭയം. അത് നമുക്കുണ്ടായിരിക്കണം. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ശരിക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയും. നമ്മൾ മനസ്സിലാക്കണം. വിശ്വാസികളുടെ പിതാവെന്ന് പറയുന്ന അബ്രഹാമിന് അതുണ്ടായിരുന്നു. കാരണം ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തിൽ അത് കർത്താവ് എടുത്തു പറയുന്നുണ്ട്. നിങ്ങൾക്ക് മിക്കവാറും എല്ലാ വിശുദ്ധന്മാർക്കും അത് ബൈഹാട്ടാണ്. ബാലന്റെ മേൽ കൈവയ്ക്കരുത്, അവനോടൊന്നും ചെയ്യരുത്, നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായതുകൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു എന്ന് അവൻ അരുളി ചെയ്തു. കണ്ടോ? നമ്മൾ ചിന്തിക്കണം. നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ പുത്രൻ യിസ്ഹാക്കിനെ ഞാൻ കൽപ്പിക്കുന്ന മലയിൽ കൊണ്ടുപോയി എനിക്ക് വേണ്ടി ഹോമയാഗം അർപ്പിക്കുവാൻ ദൈവം പറഞ്ഞപ്പോൾ അബ്രഹാം
അത് ഒരു വട്ടം പോലും വീണ്ടും ചിന്തിച്ചില്ല. ഒരു വാക്ക് പോലും സാറയോട് പറയുകയോ ചോദിക്കുകയോ ചെയ്തില്ല. ഉടനെ തന്നെ ധൃതിയിൽ വിറയെല്ലാം കീറിത്താൻ പുറപ്പെട്ടു. നമ്മൾ നോക്കണം, ദൈവത്തോടുള്ള ആ യഥാർത്ഥമായിരിക്കുന്ന ബഹുമാനം, ആ സ്നേഹം, ആ ആദരവ്, അത് വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിൽ നമുക്ക് കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, നമ്മളെപ്പോഴും മനസ്സിലാക്കുക, നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഒരു യഥാർത്ഥ ഒരാത്മീയനായിട്ട് ജീവിക്കുവാൻ, ഒരു ഫലവത്തായ ജീവിതം നയിക്കുവാൻ, ദൈവഹൃദയത്തെ സന്തോഷിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്ക് ഏറ്റവും അനിവാര്യമായിരിക്കുന്ന ഒരു ഗുണവിശേഷമാണ് ദൈവഭയം. അതുകൊണ്ടാണ് സദൃശവാക്യം 28 അതിന്റെ 14-ാം വാക്യത്തിന്റെ ആരംഭത്തിൽ എപ്പോഴും ദൈവഭയത്തോടിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് ദൈവഭയം ഉണ്ടായിരിക്കണം. ഇന്ന് അനേകർക്കും ദൈവഭയം ഇല്ലാത്തതാണ് അവരുടെ ജീവിതത്തിലെ ആത്മീയ ജീവിതത്തിന്റെ തകർച്ചയ്ക്കൊരു കാരണം. അപ്പോൾ നമ്മൾ ഇവിടെ ശ്രദ്ധിച്ചല്ലോ, 10 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. യഹോവ ഭയം ജ്ഞാനത്തിന്റെ ആരംഭമാണ്. യഹോഭക്തി ദോഷത്തെ വെറുക്കുന്നതാണ്. യഹോഭക്തി ആയുസ്സിനെ ദീർഘമാക്കുന്നതാണ്. യഹോവ ഭക്തന് ദൃഢധൈര്യമുണ്ട്. യഹോവ ഭക്തി ജീവന്റെ ഉറവാകുന്നു. ഈ യഹോവ ഭക്തിയോടുകൂടി അല്പധനമുള്ളത് നല്ലത്. യഹോവ ഭക്തി ജ്ഞാനോപദേശമാകുന്നു. യഹോവ ഭക്തി ദോഷത്തെ വിട്ടകലുന്നതാകുന്നു. യഹോവ ഭക്തൻ തൃപ്തനായി വസിക്കും. യഹോവ ഭക്തിക്ക് പ്രതിഫലമുണ്ട്, അത് ധനവും മാനവും ജീവനുമാണ്. എത്ര ശ്രേഷ്ഠമാണ്! ഈ 10 കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് ശോധന ചെയ്യുന്നത് എത്ര അനുഗ്രഹമായിരിക്കും. ഞാൻ സദൃശവാക്യങ്ങളിൽ നിന്നും മാത്രം എടുത്ത 10 കാര്യങ്ങളെ, ബൈബിളിന് മറ്റനേക ഭാഗങ്ങളും അനേക ദൈവഭയത്തോടുള്ള ബന്ധത്തിൽ അനേക കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. എങ്കിലും ഞാൻ ഇന്ന് ചെറുതായിട്ട് നിങ്ങൾ സൂചിപ്പിക്കുന്നത്, പ്രിയമുള്ളവരെ, ദൈവം നമ്മളിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ യഥാർത്ഥമായും ദൈവത്തെ ഭയപ്പെടണം. എന്ന് വെച്ചാൽ ദൈവ സ്നേഹത്തെ സംശയിക്കാതെ, ദൈവത്തോടുള്ള സ്നേഹത്തിന്റെ ബഹുമാനം, അതിന്റെ ആദരവ് നമ്മൾ ദൈവത്തിന് അർപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവനൊരു ദൈവഭയമുള്ള, യഥാർത്ഥത്തിൽ ദൈവഭക്തനായ ഒരു വ്യക്തിയായിട്ട് മാറുന്ന അനുഭവമാണ്. എങ്ങനെയുണ്ട്? നമുക്കതുണ്ടോ? നമുക്ക് നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് പരിശോധിക്കാം. നമുക്ക് യഥാർത്ഥമായും ദൈവം ആഗ്രഹിക്കുന്ന ഒരു ദൈവഭയമുള്ള ഒരു ഹൃദയം, അത് ദൈവം തന്റെ ഭക്തരെല്ലാം ആഗ്രഹിക്കുന്ന കാര്യമാണ്. നമുക്ക് നൽകിയ ആത്മാവ് പോലും ദൈവഭയത്തിന്റെ ആത്മാവാണ്. ലോകത്തിലുള്ള കാര്യങ്ങളെ നോക്കി ഭയപ്പെടുകയല്ല, ദൈവത്തോടുള്ള ബഹുമാന ആദരവോടുകൂടിയുള്ള സ്നേഹത്തിൽ നിന്ന് ഉളവാകുന്ന ആ ഭക്തി, അതാ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ഭക്തനായി ജീവിച്ചുകൊണ്ട് കർത്താവിനെ എല്ലാ നിലയിലും മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഈ വചനങ്ങളാൽ എല്ലാ കേൾവിക്കാരെയും സഹായിക്കട്ടെ. അതിനു വേണ്ടിയിട്ട് എല്ലാവർക്കും ഒരുങ്ങാം, നമ്മളെ തന്നെ ഒന്ന് ശോധനകരിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. കർത്താവിന് മാത്രം എന്നും എന്നേക്കും മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ.